മല്ലൂസ് കഫേയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ദിവാലി ആശംസകൾ. നോർത്ത് സൈഡിലൊക്കെ ദിവാലി എന്ന് പറയുന്നത് ഒരുപാട് വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇവിടെ ഒരു ദിവസം കൊണ്ടല്ല ദിവാലി, കുറേ ദിവസം 10 ദിവസത്തോളം അവർ ദിവാലി ആഘോഷിക്കാറുണ്ട്. അതുപോലെ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമേറിയ പാൽ പേടയാണ്. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീടുകളിൽ റെഡിയാക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് റെഡിയാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മിൽക്ക് പേട റെഡിയാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 240 ml മെഷറിംഗ് കപ്പിന് 1.5 കപ്പോളം മിൽക്ക് പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തു വെച്ചിരിക്കുന്നത് നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ്. മധുരത്തിനനുസരിച്ച് നമ്മൾ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ഏലക്ക പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം പാല് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുങ്കുമപ്പൂവാണ്. ജസ്റ്റ് കുറച്ച് പാലൊഴിച്ചിട്ട് ഞാൻ അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇത് പേടയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പിസ്ത ചെറിയ സ്ലൈസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മിൽക്ക് പേട റെഡിയാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ മിൽക്ക് പൗഡറിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന മിൽക്ക് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പേട റെഡിയാക്കാൻ വേണ്ടി ഇതുപോലൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് നല്ലതുപോലെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ ഒരു 1/2 പോർഷൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ നെയ്യുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡ് നെയ്യുമായിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണേ. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാൽപ്പൊടിയുടെ ആ ഒരു മിശ്രിതം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയുടെ ആ മിക്സ് ചേർത്തതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കേസർ പാല്, അതായത് നമ്മുടെ കുങ്കുമപ്പൂ മിക്സാക്കി വെച്ചിരുന്ന ആ പാലിൻ്റെ മിശ്രിതവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇനി നല്ലതുപോലെ കുറുകും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിതിവിടെ നല്ലതുപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ പേടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. റെഡിയാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പേടയുടെ മിശ്രിതം നല്ലതുപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഒരു പേടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ കയ്യിൽ കുറച്ചേറെ നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയൊരു ബോൾ രൂപത്തിൽ ഞാൻ ഒരു പേടയ്ക്കുള്ള രീതിയിൽ ചെറിയൊരു ഉരുള എടുത്തിട്ടുണ്ട്. ഇത് കൈയുടെ വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക.
സാധാരണ നമുക്ക് ബേക്കറികളിലൊക്കെ ബോൾ രൂപത്തിലുള്ള പേടയും കിട്ടാറുണ്ട്, അതുപോലെ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള പേടയും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള പേടയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്ന ഈ മിശ്രിതവും കൂടി നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള പേട റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പേടയൊക്കെ ഇവിടെ നല്ലതുപോലെ ഉരുട്ടി റൗണ്ട് ഷേപ്പിൽ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ പേടയിലൊന്ന് അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പിസ്ത കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമേറിയ മിൽക്ക് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ദിവാലി ടൈമിൽ നമുക്ക് വേഗം നമ്മുടെ വീടുകളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പേടയുടെ റെസിപ്പിയാണിത്. നിങ്ങളേവരും ഈ ദീപാവലിയുടെ ടൈമിൽ നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ദിവാലി.